വിശുദ്ധ റമദാൻ മാസാരംഭത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള കാത്തിരിപ്പേ ഉള്ളൂ എന്നിരിക്കെ ഈ റമദാന് മുന്നോടിയായിട്ടുള്ള വിപുലമായ ഒരുക്കങ്ങൾ മിക്ക എമിറേറ്റുകളിലും പുരോഗമിക്കുകയാണ്. ഷാർജയിൽ ഈ പകൽ സമയത്ത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനും പ്രദർശിപ്പിക്കാനും ഒക്കെയുള്ള പെർമിറ്റ് നൽകി തുടങ്ങി എന്നുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ പ്രത്യേകമായി പറയാനുള്ളത്. ഈ ഹോട്ടലുകൾക്കും മോളുകളിലും ഒക്കെ ഭക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പെർമിറ്റുകളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഷോപ്പിംഗ് മാളുകൾക്കുള്ളിൽ പ്രദർശിപ്പിക്കുന്നതിനും പെർമിറ്റ് നിർബന്ധമാണ്. പകൽ സമയങ്ങളിൽ ഔട്ട്ലെറ്റുകളും റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള പെർമിറ്റ് ഫീസ് ഏതാണ്ട് ഒരു 3000-ഓളം ദിർഹം വരുന്നുണ്ട്. എന്നാൽ റമദാന്റെ പകൽ സമയങ്ങളിൽ റെസ്റ്റോറൻറ്റിനകത്തേക്ക് ഉപഭോക്താക്കളെ സ്വീകരിക്കാനോ ഭക്ഷണം നൽകാനോ പാടില്ല എന്നുള്ള ഒരു നിബന്ധന ഇവിടെയുണ്ട്. അടുക്കളകളിൽ നിങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കാം. ഇഫ്താറിന് മുൻപ് ഹോട്ടലുകൾ, കഫറ്റീരിയ, ബേക്കറികൾ എന്നിവയ്ക്ക് മുമ്പിൽ പകൽ സമയങ്ങളിൽ ഭക്ഷണ വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള പെർമിറ്റിനും നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ഇതിന് 5000-ഓളം ദിർഹമാണ് പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത്. ഷാർജ മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റ് വഴിയാണ് ഷാർജ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് പെർമിറ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ പെർമിറ്റ് നൽകുന്നത് എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യമാണ്. റമദാന് ദിവസങ്ങൾക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഇതുമായി ബന്ധപ്പെട്ട പെർമിറ്റുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. UAE വിവിധ എമിറേറ്റുകളിലെ മൂടൽ മഞ്ഞുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ദുബായ് എയർപോർട്ടിൽ ഇന്നലെ ഒരുപാട് വിമാന സർവീസുകൾ താളം തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 12 വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. 23 റീറൂട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ദുബായ് എയർപോർട്ട്, അൽമക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നീ 2 വിമാനത്താവളങ്ങളെയും മൂടൽ മഞ്ഞ് ബാധിച്ചു എന്നുള്ളതാണ്. കനത്ത മഞ്ഞിൽ ദൃശ്യപരിധി തടസ്സപ്പെട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയത്. യാത്രക്കാർക്ക് പ്രധാനമായും നൽകുന്ന ഒരു അഡ്വൈസറി എന്ന് പറയുന്നത് വിമാനയാത്രയ്ക്ക് തിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട വിമാനത്തിന്റെ സമയക്രമം കൃത്യമായിട്ട് ഉറപ്പാക്കിയതിനു ശേഷം യാത്ര തിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ദുബായ് എയർപോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ദുബായ് എയർപോർട്ട് അധികൃതർ പുറത്തുവിട്ടിരിക്കുന്ന ചില കണക്കുകൾ കൂടി നമുക്ക് മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായി ദുബായ് എയർപോർട്ട് വീണ്ടും മുന്നേറുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. 2025 95.2 മില്യൺ 95.2 ദശലക്ഷത്തോളം ആളുകൾ ദുബായ് എയർപോർട്ടിലൂടെ സഞ്ചരിച്ചു എന്നുള്ള ഒരു കണക്കാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിക്കുമ്പോൾ ഏകദേശം 30% യാത്രക്കാരുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ പറയുന്നത്. ഒരു വിയോഗ വാർത്ത കൂടി ഇന്ന് തികച്ചു ലോക്കലിൽ പറയാനുണ്ട്. ഉറക്കത്തിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട മലയാളി യുവാവ് റാസൽ ഖൈമയിൽ മരണമടഞ്ഞു. മലപ്പുറം തിരൂർ പുറത്തൂർ മട്ടന്നൂർ സ്വദേശി ചെറിയാക്ക വളപ്പിൽ പരേതനായ മജീദിന്റെ മകൻ മുഹമ്മദ് മുസ്തഫയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം മരണമടഞ്ഞത്. 31 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. വ്യാഴാഴ്ച പുലർച്ചെ താമസ സ്ഥലത്ത് വെച്ച് ഉറക്കത്തിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട് റാസൽ ഖൈമ സേഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണം സംഭവിക്കുകയായിരുന്നു. ദുബായ് കേന്ദ്രമായിട്ടുള്ള അൽഗുർഗ് കമ്പനിയിൽ മർച്ചൻഡൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇരിങ്ങാവൂർ സ്വദേശി ഷഹനയാണ് ഭാര്യ. 4 മാസം പ്രായമായ ഒരു ആൺകുട്ടിയുണ്ട് ഇവർക്ക്. സക്കീനയാണ് മാതാവ്. മുക്താർ, മുഫീദ എന്നിവർ സഹോദരങ്ങളാണ്.